സർ, നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങളായി വർഷങ്ങളായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിരന്തരം വരുന്നൊരു സംഭവം ഈ ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും ഒക്കെ അപകടമാണ്. നമുക്കറിയാം നേരത്തെ ഡ്യൂക്ക് പോലെയുള്ള ബൈക്കുകൾ ഇറങ്ങിയ സമയത്ത് അത്തരം ബൈക്കുകൾ മാത്രമാണ് അപകടത്തിൽപ്പെടുന്നത്, വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു. അതിനുശേഷം അതൊക്കെ മാറി. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബൈക്കുകൾ മാത്രമല്ല, സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോട്ടോർ സൈക്കിളുകളെല്ലാം അപകടത്തിൽപ്പെടുന്നത് ഒരു പതിവ് കാഴ്ചയാകുന്നു. വന്ന് വന്ന് അതിപ്പോൾ വാർത്തകളിൽ പോലും ഇടം പിടിക്കാത്ത ഒരു ക്ലീഷേ ഇൻസിഡന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ജീവനുകളാണ്, സ്ത്രീകളുടേതായാലും പെൺകുട്ടികളുടേതായാലും പൊതുവെ എല്ലാം കൂടി നിരവധി ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇത്രയും നിസ്സാരവൽക്കരിക്കപ്പെടും? ഈ വിഷയം ശരിക്കും ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് തക്കതായിട്ടുള്ള ചില നിയമ വ്യവസ്ഥ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് പരിഹാരം കാണുകയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം എന്താ എന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും ഹൈവേയിൽ പോകുമ്പോൾ ഈ സ്കൂട്ടറിൽ പോകുന്ന ഈ വനിതയ്ക്ക് ഒരു പേടിയുമില്ല എന്നതാണ് സത്യം. പലരും വലിയ വലിയ ട്രെയിലറിന്റെ അടിയിൽ പോയിട്ടും ലോറികളുടെ അടിയിൽ പോയിട്ടും ബസ്സിന്റെ അടിയിൽ പോയിട്ടൊക്കെ കുടുങ്ങണത്, അങ്ങനെയാണ് മരിക്കുന്നത്. പിന്നെ അശ്രദ്ധ കാരണമുള്ള കാരണങ്ങൾ കൊണ്ട്. അപ്പോ ഇതിന് ശരിയായ രീതിയിൽ ഒരു മൂവ്മെന്റ് ഗവൺമെന്റ് തലത്തിൽ വരുത്തേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ ഈ മോട്ടോർ സൈക്കിൾ എന്ന സംഭവം തന്നെ നിരോധിച്ച സാധനമാണ്. ഈ മോട്ടോർ സൈക്കിൾ മരിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോലും കിട്ടില്ല, അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അവിടെ. ഇന്ത്യയിൽ ഈ മോട്ടോർ സൈക്കിൾ ഈ കോവിഡ് കാലത്താണ് ഇത്രയും കൂടുതൽ മോട്ടോർ സൈക്കിളുകൾ റോഡിൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ മോപ്പേഡ് എന്ന് പറയുന്ന ഒരു തരം മോട്ടോർ സൈക്കിൾ ഉണ്ട്. അതിന് ലൈസൻസും കൂടി വേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓടിക്കാൻ സൈക്കിൾ ഓടിക്കാൻ ലൈസൻസ് വേണ്ട. ഈ സൈക്കിൾ സഞ്ചരിക്കുന്നവരും ഈ മൊബൈലിൽ സഞ്ചരിക്കുന്നവർക്കും ലൈസൻസ് ഇല്ലാതെ ഈ വലിയ വാഹന നിരകളുടെ ഇടയിൽ കൂടി ധൈര്യപൂർവ്വം ഇവർ ഓടിക്കുന്നത് കാണുമ്പോൾ കാറിലിരിക്കുന്ന എനിക്ക് പേടി വരാറുണ്ട്. അതാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ. അപ്പോ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു പ്രധാന കാരണം, അതായത് ഒരു ദിവസം ചുരുങ്ങിയത് നമ്മൾ കേരളം മാത്രം എടുത്താൽ, ബാക്കിയുള്ള സംസ്ഥാനം അവിടെ നിൽക്കട്ടെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ഞാനൊരു 5 ആക്സിഡന്റ് മോട്ടോർ സൈക്കിൾ എന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടു. നമുക്ക് ഇതൊന്നും നിർത്തി നോക്കാനും കൂടി ഉള്ള കെൽപ്പില്ലാതെ വരികയാണ്. അപ്പോ ഒരു ദിവസം ഈ സംസ്ഥാനത്ത് മുഴുവൻ എത്ര ആക്സിഡന്റുകൾ ഉണ്ടാകുന്നുണ്ട്, എത്ര മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇതിന്റെ ശരിയായ കണക്കൊന്നും ആരും സൂക്ഷിക്കുന്നില്ല. ഇത് ഇപ്പൊ മരിച്ചു പുല്ലുവിലയാണ്. ഒരു ദയനീയമായൊരു സംഭവം ഞാൻ പറയാം. അതായത് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ടീച്ചർ ഈ മോട്ടോർ സൈക്കിളിന്റെ മുകളിൽ കയറിയിട്ടില്ല, ജീവിതത്തിൽ ഇന്നേ വരെ. അങ്ങനെ ഒരു ദിവസം ടീച്ചർ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോൾ മറ്റേ ടീച്ചർ, സ്കൂളിലെ വേറെ ടീച്ചർ അത് കൊണ്ട് വന്നു. അപ്പൊ ടീച്ചറെ പോരുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ ടീച്ചർക്ക് സംശയമുണ്ട്, ഞാൻ കയറണോ കയറണ്ടേ വിചാരിച്ചിട്ട്. എന്നിട്ട് നിർബന്ധിച്ച് ആ ടീച്ചറുടെ സ്കൂട്ടറിന്റെ ബാക്കിൽ ഈ ടീച്ചർ കയറിയതാ. അപ്പുറത്ത് പോയിട്ട് സ്കൂട്ടർ മറിഞ്ഞു വീണു. ആ ടീച്ചർ മാത്രം മരിച്ചു വണ്ടി കയറി. നോക്കി, അതിനു വേണ്ടി ആദ്യമായിട്ട് കയറിയതാ. ആ കയറി ഉടനെ മരണം കഴിഞ്ഞു. അപ്പോ ഇവിടെ ഗവൺമെന്റ് ഈ മോട്ടോർ സൈക്കിളിൽ നിർത്താനൊന്നും പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ അതിനൊരു നിയമം ശാശ്വതമായിട്ട് ഉണ്ടാക്കണം. അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ റോഡുകളുടെ രണ്ട് സൈഡിലും ഒരു വേറെ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ മാത്രം മോട്ടോർ സൈക്കിളും പോകാനായിട്ട് ഒരു തീരുമാനം സർക്കാർ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് എല്ലാ റോഡിന്റെയും 2 ഭാഗത്തും മറ്റേ റോഡിലേക്ക് ഇവർ കയറാനേ പാടില്ല. അപ്പോൾ ഒരുപാട് ആക്സിഡന്റുകൾ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മാത്രം വേണ്ടുന്ന ചില മുൻകരുതലുകൾ, അല്ലെങ്കിൽ നമുക്കറിയാം ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതിനു ശേഷം അദ്ദേഹം ലൈസൻസ് നൽകുന്നതിൽ ഉൾപ്പെടെ അതികർശനമായ ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എല്ലാവർക്കും കിട്ടിയിരുന്നത് പോലെ ലൈസൻസ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നില്ല. അതിന് നന്നായി അധ്വാനിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ അത് മാത്രം മതിയോ? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രദ്ധ, ഇതൊക്കെ മാത്രം മതിയോ? പകരം ഈ വണ്ടിയുമായി, അല്ലെങ്കിൽ ഒരു 18 വയസ്സ് തികഞ്ഞ ഒരു മോന് അല്ലെങ്കിൽ മകൾക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ കൊടുത്തു വിടുന്നത് മുതൽ രക്ഷിതാക്കളായാലും മുതിർന്നവരായാലും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട്? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികള് സ്കൂളുകളിലേക്ക് അച്ഛന്റെ മോട്ടോർ സൈക്കിൾ എടുത്ത് വരുന്ന സംഭവം ഇന്ന് നിത്യേന എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാൻ ഒരു പ്രാവശ്യം ഋഷിരാജ് സിംഗ് മോട്ടോർ വാഹന ഇതിന്റെ ഹെഡായിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിട്ട് ഇന്ന സ്കൂളുകളിന്റെ പരിസരത്ത് പോയി റൈഡ് ചെയ്യാൻ പറഞ്ഞു. അതായത് സ്കൂളിൽ കൊണ്ടുവന്ന് വെക്കുന്ന മോട്ടോർ സൈക്കിളുകൾ ആരാണ് ഓടിച്ചു വരുന്നത്, എല്ലാ സ്കൂളിൽ പോയാലും ഇത് പിടിക്കാൻ പറ്റും. അപ്പോ അങ്ങനെ വരുന്ന ആ രക്ഷിതാവിന് ആണ് ജയിലിൽ 2 കൊല്ലത്തെ ജയിലിൽ കിടക്കണപ്പോ അത് പിടിച്ചു കഴിഞ്ഞാൽ. അങ്ങനത്തെ നിയമമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഇവിടെ നിയമമേ ഉള്ളൂ, ആ നിയമം കർശനമായി നടപ്പാക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം കോംപ്രമൈസ് ആണ്. ബലാത്സംഗം വരെ കോംപ്രമൈസിൽ അവസാനിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ നാട്. ശിക്ഷയിലേക്ക് പോവില്ല. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളില് ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് കർശനമായി ശിക്ഷിച്ചിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, എത്ര പ്രാവശ്യമായി ഇപ്പൊ MLA പുറത്തിറങ്ങണം, 3 കേസായി വന്നു, എന്നിട്ടും പുറത്തിറങ്ങി വീണ്ടും കോടതിയിൽ പോവാണ്. അപ്പോ ഇവിടെ നാണവും ഇല്ല മാനവും ഇല്ലാത്തവന് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. അല്ലാത്തവൻ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഈ അപകടത്തിൽ പെടാൻ വേറൊരു കാരണം എന്താണ്? ഇവര് മാനസിക സംഘർഷത്തിലാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ജോലി ചെയ്യേണ്ട എത്താൻ വൈകിണ്ടാവും, അപ്പൊ അത് ജീവൻ കളഞ്ഞ് ഓടിക്കുകയായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലെ പലതരം പ്രശ്നങ്ങൾ ആണ് മനസ്സിൽ കിടക്കുന്നത്, അതാണ് ചിന്ത. അത് ചിന്തിച്ചുകൊണ്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ മുന്നിൽ പെട്ടെന്ന് എന്തെങ്കിലും വന്നു പെട്ടാൽ അതൊന്നും അറിയില്ല. അങ്ങനെയാണ് ഈ അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ സർക്കാർ ഇതില് ശാശ്വതമായിട്ട് ശ്രദ്ധിക്കുക വേണം. അതിലൊരു നിയമങ്ങൾ ഉണ്ടാക്കണം. ഈ റോട്ടിൽ കൂടെ മിക്സ് ആയിട്ട് വലിയ വണ്ടിയും മോട്ടോർ സൈക്കിളും ഒക്കെ കൂടി കൂട്ടി പെനഞ്ഞുകൊണ്ടുള്ള ഈ ഓട്ടം നിർത്തണം. ഈ സൈക്കിളിനും മോട്ടോർ സൈക്കിളിനും വേറെ ട്രാക്ക് തന്നെ ഉണ്ടാക്കണം. അത് വളരെ നിർബന്ധമായി അതിന് റോഡിന് എക്സ്ട്രാ ചെലവ് വരുന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തി ആ റോഡ് പണിത് അതിൽ കൂടി യാത്ര മാറ്റിയെടുക്കണം. അങ്ങനെ പല നിയമങ്ങളും കർശനമായിട്ട് ലൈസൻസ് പറഞ്ഞില്ലേ, ഈ ലൈസൻസ് ഗണേഷ് കുമാർ അല്ലല്ലോ, ഈ ലൈസൻസ് കൊടുക്കുന്നവർ ആരാണ്? അവർ ഇത് കർശനമായി തന്നെ നോക്കണം. ആ ലൈസൻസ് എല്ലാ നിയമങ്ങളും എല്ലാ ടെസ്റ്റുകളും പാസ്സായതിനു ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ. അത് ഗണേഷ് കുമാർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ അവർ ആണ് കർശനമായിട്ട് അത് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇരുന്ന് എഴുതി ലൈസൻസ് കൊടുക്കലല്ലോ നിയമം. അതേമാതിരി തന്നെ എന്തുകൊണ്ടാണ് ഈ സ്കൂട്ടിക്ക് ലൈസൻസ് ഇല്ലാത്തത്? ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ലൈസൻസ് വേണ്ടത്രേ. അപ്പൊ ഈ ലൈസൻസ് കൊടുക്കുമ്പോ തന്നെ അത് കയ്യിൽ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം ചെയ്യണം. അതായത് ലൈസൻസ് കൊടുക്കുന്നത് ആഴ്ചയിൽ 1 ദിവസം ആക്കുക. ആ ലൈസൻസ് ഇപ്പൊ 100 ആൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 100 ആളെയും വിളിച്ചു വരുത്തി ഒരു ഹാളിൽ ഒരു ക്ലാസ് എടുത്ത്, ഒരു സൈക്കോളജിക്കൽ ക്ലാസ് എടുത്ത് എന്നിട്ടേ ലൈസൻസ് കൊടുക്കാൻ പാടൂ. ഇതിങ്ങനെ ലൈസൻസ് ഉണ്ടാക്കി ഇങ്ങനെ വലിച്ചെറിയരുത്. അവർക്ക് ഒരു മാനസികമായിട്ട് ഒന്ന് തയ്യാറാക്കി അതിന് ശേഷം, അല്ലാതെ വണ്ടി ഓടിച്ച് ഇങ്ങനെ സ്റ്റാർട്ടാക്കി പോവാൻ മാത്രം പഠിച്ചാൽ പോരാ. മാനസികമായിട്ട് കൂടി ഒരു പ്രിപ്പറേഷൻ വരുത്തിയതിന് ശേഷമേ ഈ ലൈസൻസ് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള കുറെ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഒരുപാട് അപകടങ്ങൾ ഇവിടെ കുറയ്ക്കാൻ സാധിക്കും എന്നിനി യാതൊരു സംശയവുമില്ല. അതേമാതിരി പ്രായപൂർത്തിയാകാത്ത മകനോ മകൾക്കോ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാവിനെ കർശനമായി ജയിലിൽ കൊണ്ടുപോയി ഇടണം 2 കൊല്ലം.
അപ്പോ അതൊരു നിയമപരമായിട്ട് വരുമ്പോ ഇതൊക്കെ തന്നെ കുറയും. പക്ഷെ ഇവിടെ ആരും ശ്രദ്ധിക്കാനില്ല. എന്തെങ്കിലും ഒരു വെടി പൊട്ടിക്കണമാര് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മന്ത്രി വന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് എല്ലാവരും ഒരേ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു നിത്യ സംഭവമാക്കി ഇത് സർക്കാർ കയ്യിലെടുത്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഇവിടെ തീരുകയുള്ളൂ എന്നതിന് സംശയമില്ല. എന്തായാലും കൂടുതൽ ആളുകളായാലും ഓടിക്കുന്നവരായാലും രക്ഷിതാക്കളായാലും ഒക്കെ സർക്കാർ സിസ്റ്റം ആയാലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്നത് മാത്രമാണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏക വഴി എന്ന് തോന്നുന്നു. മറ്റേ തരത്തിൽ കൂടുതൽ ലൈസൻസ് നൽകുന്നതിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയ ഒരു നിയമം കൊണ്ടുവരിക, അല്ലെങ്കിൽ അത്തരത്തിൽ അത്യാവശ്യമുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഇതിന്റെ ഒരു മാറ്റം അനിവാര്യമാണ് എന്നതുകൂടി ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.